ഞാനിത് പഠിച്ചതായിരുന്നു. ഇപ്പം എനിക്കറിയില്ല, മറന്നുപോയി. എല്ലാം മറക്കലാണ്. ഓമനമ്മ രാജി ബാ ഇന്നലെ വേണ്ടേ ഇഷ്ടണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളുണ്ടല്ലോ ഒരു നാലമ്പല യാത്ര വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ. ഇപ്പോൾ പെരിഞ്ചേരി അമ്പലത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്, അതിൻ്റെ കുറച്ച് ഇങ്ങോട്ടേ. അപ്പോൾ ആ ക്ഷേത്രത്തിലും കൂടി തൊഴാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം എൻ്റെ ഒന്നിച്ച് വന്നവരാണ് ഇതെല്ലാം കേട്ടാ. ഇതെല്ലാം എൻ്റെ ഒന്നിച്ച് വന്നവരാണ്. ഒന്നിച്ച് വന്നവരാണ്. ഇവിടെ കണ്ട വയല് ഭയങ്കര ഒരു വയലാണിത്. ഭയങ്കര ഒരു എന്താ സംഭവം തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ. വയലെല്ലാം പിടിക്കും. അവര് മലക്കെല്ലാം പോയിട്ട് നടന്ന് വെച്ചു. അപ്പം ഇത് അമ്പലത്തിൻ്റെ ഒരു കുളമാണ് കേട്ടോ. നല്ല കുളം. ഇല്ല ഇല്ല ഇതൊന്നുമില്ല. ഇതാണ് അമ്പലത്തിൻ്റെ കുളം. ഭയങ്കര നല്ലൊരു സ്ഥലമാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി ഭാഗത്താണ് പെരിഞ്ചേരി അമ്പലം എന്നാണ് പറയുന്നത്. ഇതിനെ കൂടി പോവാ. ചായ കുടിക്കണ്ടേ? അല്ല, ഇരുട്ടിയാ പോലും പോണ്ട്. ഇരുട്ടിയാ പോകണ്ടോ? ഇതാണ് ആ അമ്പലം കേട്ടാ, പെരിഞ്ചേരി അമ്പലം. അപ്പോൾ നമ്മൾ വേറൊരു അമ്പലത്തിൽ വന്നിട്ടുള്ള കേട്ടാ. ഈ അമ്പലത്തിൻ്റെ പേര് ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. ഇത് ഇരുട്ടിക്കടുത്താന്ന് തോന്നുന്നുണ്ടേ. അങ്ങ് മേലെ പോയാലേ മനസ്സിലാവുള്ളൂ എവിടെയാ ഇത് സ്ഥലം എന്ന്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്ക്. അപ്പോൾ കർക്കിടക മാസം നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. പിന്നെ ശ്രീരാമൻ്റെ അമ്പലത്തിലെല്ലാം പോകുന്നതാണ്.
ഇവിടെയെല്ലാം ചെറിയ കച്ചവടമെല്ലാം പോയാലോ? നമ്മളെ കൂടെയുള്ളവരാണ് കേട്ടോ ഇതെല്ലാം. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും കാണിക്കാനാവില്ല. ഇതിൻ്റെ മുൻഭാഗം ഉള്ളിൽ കയറിയാലേ നമ്മൾ കാണുന്നുള്ളൂ. അതിലിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ചന്തിയോ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇരിക്കുന്നതന്നെ. കുറച്ചല്ല ഉണ്ട്, കുറച്ച് നല്ലോണം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് പായം കേട്ടോ. കണ്ണൂർ ജില്ലയിൽ പായം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇരിട്ടീൻ്റെ ഭാഗമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുന്നിലോട്ട് വഴിയുണ്ട്, പക്ഷേ നമുക്ക് സ്ത്രീകൾക്ക് വേറെ വഴിയാണ് കണ്ടത്. സ്ത്രീകളെ വേറെ തന്നെ വഴിയിലൂട്ടിയാണ് കടത്തുന്നതാണെന്ന്. ഇതിലേ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിലോട്ടെല്ലാം എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അധികം എടുക്കായില്ല. നമ്മൾ ലാസ്റ്റ് വന്നതാണ് കേട്ടോ. ഇത് കണ്ണൂർ ജില്ലയിൽ എളയാവൂരാണ്. എളയാവൂർ ഉള്ള ക്ഷേത്രമാണ്. ഭരതൻ, ശ്രീരാമൻ്റെ ഭരതനുള്ള ദേവൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കിൽ നമ്മൾ അങ്ങെല്ലാം പോയി കുറച്ച് വൈകുമ്പോഴത്തിലേക്കിൽ നമുക്ക് നടയടച്ചു പോയി. അപ്പോൾ നമ്മൾ പുറത്തുനിന്നെല്ലാം തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. അതുകൊണ്ടൊന്നും കാണാൻ ഇല്ലെങ്കിലും വീഡിയോയിൽ അങ്ങനെ ഉള്ളിലൊന്നും കാണാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതാണ് അമ്പലം. നമുക്കിത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇതായിപ്പോയി. വേറെ ക്ഷേത്രത്തിലെല്ലാം പോയി നോക്കുമ്പോൾ സമയം കൂടുതലായാലും പിന്നെ ക്ഷേത്രം.
ക്ഷേത്ര ദർശനം ലാസ്റ്റായി കേട്ടോ, ലാസ്റ്റായി.